ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രശസ്തവും എന്നാൽ വലിയൊരു ആത്മീയ സത്യം ഉൾക്കൊള്ളുന്നതുമായ യബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. മക്കളെ, കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഇരുന്നേ, എല്ലാവരും ഇവിടെ ഇരുന്നേ. വംശാവലികളുടെ ഒരു നീണ്ട ഒരു പട്ടികയിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം കടന്നു പോകുമ്പോൾ ബൈബിൾ പെട്ടെന്ന് ആ 4-ാം അധ്യായത്തിൻ്റെ 9-10 ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യബ്ബേസ് എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണ്. അതിന് വൃത്താന്തം ആദ്യ വാക്യങ്ങൾ തൊട്ട് വായിക്കുമ്പോൾ ഒരു വലിയ ജനറേഷനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഞാനിപ്പം പറഞ്ഞല്ലോ, ആദ്യ അധ്യായം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നു യബ്ബേസ് എന്ന വ്യക്തിയിലേക്ക് എത്തുകയാണ്. അവിടെ കാണുന്നു, ഇവിടെ ഒരു നിമിഷം ആ വചനം ഒന്ന് നിർത്തി, അതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് നിർത്തി, ഒരു പുതിയ ഒരു ശ്രദ്ധയെ ഒന്ന് തിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആ ശ്രദ്ധയെ നമ്മളിലേക്ക് ഒന്ന് തിരിക്കുകയാണ് എന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് പറയാം. കാര്യം ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്, ആമേൻ, നല്ലൊരു വചനം നമ്മളിപ്പോൾ വായിച്ചല്ലോ. ഞാൻ വീണ്ടും അത് വായിച്ച ആ സമയം മുന്നോട്ട് കളയുവാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ഒരു പക്ഷേ ചരിത്രം അല്ലെ വ്യക്തികൾ നിങ്ങളെ ഒരു സാധാരണക്കാരനായി കണക്കാക്കുന്നുണ്ടാകാം. എന്നാൽ ഈ വചനത്തെ നമ്മൾ വായിക്കുന്നു, എന്നാൽ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരുടെ മേലും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ആ പട്ടികയിൽ നിന്ന് വേർതിരിച്ച് ഇങ്ങനെ ഇപ്രകാരം ഒരു കാര്യം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഭാഗത്തെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ടൈറ്റിൽ എന്നത് ഇങ്ങനെയാണ്: ദുഃഖത്തെ ജയിച്ച പ്രാർത്ഥന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ജീവിതാവസാനം വരെ നല്ലൊരു വ്യസനം എന്നോ അല്ലെങ്കിൽ വേദന എന്നോ അല്ലെങ്കിൽ പരാജയം എന്നൊക്കെ മറ്റുള്ളവർ പേർ വിളിക്കുവാൻ തക്കവണ്ണം ഒരു പേരുമായാണ് യബ്ബേസിൻ്റെ ജനനം ആരംഭിക്കുന്നത്. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കണമേ. അതിൻ്റെ പ്രധാന ഒരു സന്ദേശം നമ്മളിവിടെ വായിച്ചതാണ്: യബ്ബേസ് വ്യസനത്തിൽ ആരംഭിച്ചെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവൻ അനുഗ്രഹത്തിൻ്റെ മനുഷ്യനായി മാറി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മളത് വായിച്ചല്ലോ. ആമേൻ, പ്രൈസ്. യബ്ബേസ് തൻ്റെ ജീവിതത്തെ സാഹചര്യങ്ങൾക്കോ തൻ്റെ പേരിനോടോ കൂട്ടിച്ചേർക്കാതെ അല്ലെങ്കിൽ അതിനോട് വിധേയപ്പെടുത്താതെ അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് നമ്മൾ അവസാന വാക്യം നമ്മൾ വായിച്ചത്. അവൻ പ്രൈസ് ദി ലോർഡ് അവിടെ പറയുന്നു. അവൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ നമ്മൾ വായിച്ചു തീർത്തത്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം കാണുന്നു, അവൻ അപേക്ഷിച്ചതിനെ എന്ത് ചെയ്തു? ദൈവം അവന് നൽകി. അവൻ പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് എന്ത് ചെയ്തു? അവനെ അനുഗ്രഹിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ വചനം കേൾക്കുന്ന പലർക്കും ആമേൻ, പ്രൈസ്, ജീവിതത്തിൽ ആമേൻ ഇതുപോലെ അല്ലെങ്കിലും ചില വ്യസനങ്ങൾ ആമേൻ, പ്രൈസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതിന് സമാനമായ ആമേൻ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചായിരിക്കാം ഒരുപക്ഷെ നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നത്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചില ആകുലതകൾ, ചില ശാരീരികമായ ചില രോഗങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലെ ചില മുറിവുകൾ, ആമേൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ കുടുംബപരമായ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ചില ടെൻഷൻസുകൾ, ചില പ്രശ്നങ്ങൾ, ആമേൻ, സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ, ആമേൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ മറ്റു ആളുകളിൽ നിന്നുണ്ടായ ആമേൻ ചില അപമാനങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആമേൻ ചില ആമേൻ, ഹല്ലേലൂയ, എന്താ പറയുക, ചില പരാജയങ്ങൾ ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല തലങ്ങളിൽ നമ്മളെ അത് വേട്ടയാടുന്നുണ്ടാവാം. എന്നാൽ ഇതൊക്കെ വഹിച്ചായിരിക്കുന്ന ദൈവജനത്തോട് ആമേൻ, ഹല്ലേലൂയ, ഇവിടെ യബ്ബേസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളോട് ചിലത് പറയുവാനുണ്ട്. കുഞ്ഞുങ്ങൾ, മക്കളെ, ഇവിടെ നേരെ ഇരിക്കണം. നാം സേവിക്കുന്ന ദൈവത്തിന് ആമേൻ, ഹല്ലേലൂയ, ഇവിടെ പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്ന് ദൈവവചനം നമ്മളോട് പറയുന്ന ഇതാണ്: നാം സേവിക്കുന്ന ദൈവത്തിന് വ്യസനത്തെ അനുഗ്രഹമാക്കാൻ കഴിവുള്ളവനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആകുലത എന്ന വ്യസനം മാറ്റി ആമേൻ, നല്ല ദൈവസമാധാനം എന്ന ദൈവാനുഗ്രഹം നൽകി നമ്മളെ മാറ്റാൻ കഴിവുള്ളവനായൊരു ദൈവം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. രോഗങ്ങൾ എന്ന വ്യസനങ്ങളെ മാറ്റി
അവൻ നമ്മളെ സൗഖ്യമാക്കുവാൻ, നമുക്ക് ആരോഗ്യം നൽകുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം. അവൻ മനസ്സിലെ ചില മുറിവുകളും നല്ല സങ്കടങ്ങളും എന്ന വ്യസനങ്ങളെ എല്ലാം മാറ്റി നല്ല ദൈവത്തിൻ്റെ ആശ്വാസത്തിലും ഒരു റെസ്റ്റോറേഷനിലും നമ്മളെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവാനുഗ്രഹം. പ്രൈസ് കുടുംബപരമായ ചില പ്രശ്നങ്ങൾ തലമുറകളുടെ വിഷയങ്ങളുടെ മേൽ എല്ലാം നേരിടുന്ന വ്യസനങ്ങളെ മാറ്റി ഹല്ലേലൂയ കുടുംബ ഐക്യത്തിലും ദൈവിക സ്നേഹത്തിലും ദൈവിക സമാധാനത്തിലും പരിപാലനത്തിലും നമ്മളെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവ അനുഗ്രഹം. പ്രൈസ് ലോർഡ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പോലുള്ള വ്യസനങ്ങളെ മാറ്റി പ്രൈസ് അതിൻ്റെ കുറവുകളെ പരിഹരിച്ച് നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹം. പ്രൈസ് ലോർഡ്. അപമാനം എന്ന ഹല്ലേലൂയ ചില വ്യസനങ്ങളെ മാറ്റി ദൈവം നൽകുന്ന ബഹുമാനത്തിനും അംഗീകാരത്തിലേക്കും നമ്മളെ നടത്തുവാൻ കഴിയുന്നതായ ഒരു ദൈവാനുഗ്രഹം. യബേസിൻ്റെ പ്രാർത്ഥനയിലെ ചില സവിശേഷതകളൊക്കെ ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് നമ്മൾ വായിച്ച ഭാഗം ഇതാണ്: നീ എന്നെ നിശ്ചയമായി എന്ത് ചെയ്യണം? അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്: ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ത് ചെയ്യണം? ജീവിതത്തിൽ മുഴുവനായി എന്ത് ചെയ്യണം? വരണമെന്ന ഒരു ആഗ്രഹത്തോടെ യബേസോടെ പ്രാർത്ഥിച്ചത്. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോയി അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. രണ്ട്, ആ പ്രാർത്ഥനയുടെ ഭാഗം ഇതാണ്, നമ്മൾ വായിച്ചു: എൻ്റെ അതിർ എന്ത് ചെയ്യണം? വിസ്താരമാക്കുകയും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ആത്മീകമായും ഭൗതികമായും തൻ്റെ എല്ലാ ശുശ്രൂഷയിലും വളർച്ച ലഭിക്കണമെന്ന ഒരാഗ്രഹത്തോടു കൂടിയ പ്രാർത്ഥന. അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ കാണുന്നു: നിന്റെ കൈ എന്ത് ചെയ്യണം? എന്നോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്ത് ചെയ്യണം? ആ ദൈവ സാന്നിധ്യം എന്ത് ചെയ്യണം? എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ വഴി നടത്തലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൃപയും എന്താണ്? എനിക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളൊരു പ്രാർത്ഥന. അടുത്ത വാക്യം വായിക്കുന്ന ഇതാണ്: അനർത്ഥം എന്ത് ചെയ്യരുത്? എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. പ്രൈസ് ദി ലോർഡ്. അതായത് അനർത്ഥം വന്നോട്ട് പ്രൈസ് ദി ലോർഡ്, പക്ഷേ അതെന്ത് ചെയ്യരുത്? എനിക്ക് വ്യസന കാരണമായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തീരാതെ എന്നെ കാക്കണം. അല്ല ദോഷത്തിൽ നിന്നും വേദനയിൽ നിന്നും അല്ലെ പാപത്തിൽ നിന്നും എല്ലാം എനിക്ക് എന്ത് ചെയ്യണം? ദൈവ സംരക്ഷണം വേണം എന്ന ഒരു വലിയ വിലയേറിയൊരു പ്രാർത്ഥന ഇവിടെ യേശു പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യം നമ്മൾ വായിച്ചതാണ്: അവൻ അപേക്ഷിച്ചതിനെ എന്ത് ചെയ്തു? ദൈവം അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന സാക്ഷ്യമാണ് ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്, നമ്മോട് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് നോക്കി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, നമ്മൾ കണ്ടത് ഇതാണ്: യബേസിൻ്റെ ആരംഭം വളരെ വ്യസനപൂർണ്ണമായിരുന്നു. ഈ വാക്യം കാണുന്നുണ്ട്, 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവൻ്റെ അമ്മ അവന് യബേസ് എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യബേസ് എന്ന പേരിൻ്റെ അർത്ഥം വ്യസനം, ദുഃഖം. ഇംഗ്ലീഷ് വരുമ്പോൾ പെയിൻ, സോറോ, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ. ഇവിടെ ഒരു അമ്മ തൻ്റെ മകന് ഇട്ടിരിക്കുന്ന പേര് നല്ല പേരല്ലേ? വ്യസനം. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുവാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ചിന്തിക്കും? പേരിടുക എന്ന് പറയുന്നത് പ്രസവത്തെക്കാളും വലിയൊരു തലവേദന പിടിച്ച പരിപാടിയാണ്. ആലോചിച്ച് നമ്മുടെ വളരെ ടെൻഷനല്ല, നമുക്കിങ്ങനെ നമ്മൾ ആലോചിച്ച് പോകും. അവസാനം നമ്മളൊരു പേരൊക്കെ കണ്ടെത്തും. നമുക്കറിയാം നമ്മൾ ആ പേര് കണ്ടെത്തുന്ന പേരിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്തൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ പേരൊക്കെ ബിനു എന്നിട്ടത് ഏതർത്ഥത്തിലാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ പെണ്ണുങ്ങളുടെ പേരും ബിനു എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ പേരിടുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് വളരെ മീനിങ് ആയിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ കണ്ടെത്തിയാണ് നമ്മൾ ഇന്ന് പല പേരുകളും നമ്മൾ ഇടാറുള്ളത്. ഇവിടെ ഒരമ്മ തൻ്റെ മകന് ഇട്ടിരിക്കുന്ന പേരാണ് വ്യസനം അല്ലെങ്കിൽ ദുഃഖം. അതായത് അവൻ്റെ ജനനം, ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ ജനനം ഒരു സന്തോഷത്തോടെ അല്ല, പിന്നെ എന്തായിരുന്നു? ഒരു വേദനയോടെ ആയിരുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് അതിൻ്റെ പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ പ്രസവ സമയത്തുണ്ടായ ഏതെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ കുടുംബപരമായ എന്തെങ്കിലും ഉണ്ടായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉണ്ടായ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം, ആ സാഹചര്യത്തിലായിരിക്കാം
അവൻ ഹല്ലേലൂയ യബേസ് ജനിച്ചതെന്ന് അങ്ങ് കരുതാം. എന്തായാലും യബേസ് ജനിച്ച സാഹചര്യങ്ങൾ ദുഃഖകരമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? അവൻ യബേസ് എന്ന പേർ അവന് നൽകി. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില ജീവിതത്തിൽ പേരിലല്ലെങ്കിലും മറ്റ് ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സാഹചര്യങ്ങളിൽ നമ്മൾ ചിലത് അനുഭവിച്ചിട്ടുണ്ടാകാം. ഇതേപോലെ യബേസിൻ്റെ ജീവിതത്തിൽ പോലെ തന്നെ പ്രൈസ് ഒരു പക്ഷേ ഹല്ലേലൂയ നമുക്ക് നിനക്കൊന്നും സാധിക്കില്ലെന്നും ഹല്ലേലൂയ നീ പരാജയമാണെന്നും നീ ഭാരമാണെന്നും ഒക്കെ പറഞ്ഞ വാക്കുകൾ ഒരു പക്ഷേ ചിലരൊക്കെ ജീവിതത്തിൽ അവർ കേട്ടിട്ടുണ്ടാവാം. ഇവിടുത്തെ ഒരു ആത്മീയ ചിന്ത എന്നത് ഇവിടെ വചനം പറയുന്ന ഒരു കാര്യമാണ്. യബേസ് തൻ്റെ പേരിനേക്കാൾ, അവൻ്റെ പേര് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന ഒരു പേരല്ല, മറ്റുള്ളവർ അവനെ ചോദ്യം ചെയ്യുകയും അല്ലെ അവനെ മറ്റൊരു കണ്ണിലൂടെ ഒക്കെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുന്ന ഒരു ദൈവമനുഷ്യൻ ഹല്ലേലൂയ ചെയ്ത ഒരു കാര്യം തൻ്റെ പേരിനേക്കാൾ, അവൻ്റെ സാഹചര്യങ്ങളെക്കാൾ, തൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവത്തിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ലോകം പ്രൈസ് നമ്മെ എന്ത് വിളിച്ചാലും എങ്ങനെ വിധിച്ചാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവം പ്രൈസ് ദി ലോർഡ് നമ്മളെ കാണുന്നത് തൻ്റെ മക്കൾ എന്ന അവകാശത്തോടു കൂടി, അല്ലെങ്കിൽ മക്കൾ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നു യെശയ്യാവ് 41 അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ ആർക്കുള്ളവനാ? നീ എനിക്കുള്ളവൻ തന്നെ. പ്രൈസ് വാക്യം കിട്ടിയെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. എൻ്റെ 2-ാമത്തെ വാക്യം തൊട്ടൊന്ന്, 1-ാമത്തെ അവസാന വാക്യം തൊട്ടൊന്ന് വായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. കിട്ടിയോ? ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അടുത്ത വാക്യം, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ എന്താകത്തില്ല? അത് നിന്റെ മീതെ കവിയത്തില്ല. തീ കൂടെ നടന്നാൽ എന്താകത്തില്ല? വെന്തുപോകത്തില്ല. അഗ്നിജാല എന്ത് ചെയ്യത്തില്ല? നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, പ്രൈസ്. ഇവിടെയാണ് ആ വാക്യത്തിൻ്റെ യഥാർത്ഥമായ മീനിങ് കിടക്കുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്ന കാരണം നിന്റെ രക്ഷ ആരുടെ കയ്യിലാ? പ്രൈസ് എൻ്റെ കയ്യിലാ. ഞാനാ നിന്റെ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മറുവിലയായി എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും എന്ത് ചെയ്തിരിക്കുന്നു? കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. പ്രൈസ്. ഈ ഭാഗം വായിച്ചപ്പോൾ ഒരു ചെറിയ ഭാഗം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. പ്രൈസ്. എന്താണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രൈസ്. നീ എനിക്ക് എത്രയും വിലപ്പെട്ടവൻ എന്നൊക്കെയുള്ള ഭാഗം നമ്മുടെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചു. കാരണം നിന്നെ രക്ഷിക്കുവാനും കാത്തു രക്ഷിക്കുവാനും പ്രൈസ് ഞാൻ വലിയ ജാതികളെക്കാളും രാജ്യങ്ങളെപ്പോലും എന്ത് ചെയ്തിരിക്കുന്നു? വിട്ടുകൊടുത്തിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു വലിയൊരു പ്രൊവിഷൻ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇതാണ്. ഒരു പിതാവിന് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി പ്രൈസ് ഒരു വലിയ സ്നേഹമാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു, ഒന്ന് മിസ്രയീം, നമുക്കറിയാം ഇന്നത്തെ ഈജിപ്റ്റ് മിസ്രയീം. 2 കൂശ്, എത്യോപ്യ. ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യമാണ് ഈ കൂശ് എന്ന് പറയുന്ന രാജ്യം. പ്രൈസ് ലോർഡ്. സെബ, ആ സമയത്തെ ഒരു പുരാതനമായ പ്രൈസ് വളരെ സമ്പത്തുള്ള ഒരു രാഷ്ട്രമായിരുന്നു, രാജ്യമായിരുന്നു. ഇവിടെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഇപ്രകാരം തന്നെ ജനത്തോട് സംസാരിക്കുന്നത്, ഇതൊക്കെ നൽകിയാലും ഇതൊക്കെ വിട്ടുകൊടുത്തും പ്രൈസ് എനിക്ക് അതിനേക്കാളും ഒക്കെ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആളെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ബിനു നിന്നെയാണ്, അല്ലെങ്കിൽ റോബിൻ നിന്നെയാണ്. പ്രൈസ് ലോർഡ് എന്ന് ഹല്ലേലൂയ നമ്മളെ അത്രമാത്രം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹം. പ്രൈസ്. ഇതൊക്കെ ശക്തിയും സമ്പത്തുമുള്ള രാജ്യമായിരുന്നു. അവയെക്കാളൊക്കെ വിലപ്പെട്ടതായി ദൈവം തൻ്റെ ജനത്തെ കണക്കാക്കുന്നു എന്ന സന്ദേശമാണ് ഈ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. മറുവില എന്നത് ഒരു അടിമയെ മോചിപ്പിക്കാൻ കൊടുക്കുന്ന വിലയാണ്.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു മറുവിലയുടെ ഒരു വലിയ ആമേൻ ഹല്ലേലൂയ ഒരു ഇത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു, ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ വലിയ വില കൊടുക്കാൻ പോലും തയ്യാറാണ്. നീ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്. ആമേൻ പ്രൈസ് ലോർഡ്, നിന്റെ രക്ഷയും സുരക്ഷയും ആമേൻ പ്രൈസ് ലോർഡ് എനിക്ക് പ്രധാനമാണ്. ആമേൻ പ്രൈസ് ലോർഡ്, നമ്മുടെ മറുവിലയായി യേശു ക്രിസ്തു തൻ്റെ ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്തു. ആമേൻ പ്രൈസ് ലോർഡ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നു. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ആമേൻ പ്രൈസ് ലോർഡ്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-ാം 19-ാമത്തെ വാക്യങ്ങൾ ഇപ്രകാരം നമുക്ക് കാണുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള ആമേൻ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് വീണ്ടെടുത്തിരിക്കുന്നത്? പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ആമേൻ പ്രൈസ് ലോർഡ്, മറിച്ച് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ പ്രൈസ് ലോർഡ്. അപ്പോൾ വലിയൊരു വീണ്ടെടുപ്പ്, ഒരു വലിയൊരു രക്ഷ. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹം, ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അത് വില കൊടുത്തുള്ള സ്നേഹമാണ്. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. അവൻ അവരെ രക്ഷിക്കുവാൻ ആമേൻ പ്രൈസ് ലോർഡ് തൻ്റെ കരങ്ങളെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, സേവിക്കുന്നത്. ആമേൻ പ്രൈസ് ലോർഡ്. പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ടല്ലോ. ആമേൻ പ്രൈസ് ലോർഡ്. യെബേസ് 2-ാമത്തെ ഭാഗം നമ്മൾ വായിച്ചു. യെബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ആമേൻ ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് 4:10 കാണുന്നു. യെബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചു. എന്താ? തൻ്റെ സാഹചര്യങ്ങളെ നോക്കി ആമേൻ ഹല്ലേലൂയ കരഞ്ഞിരിക്കുകയല്ല. ഞാൻ ഭാഗം വായിക്കുന്നില്ല, സമയം മുന്നോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. തൻ്റെ സാഹചര്യങ്ങളെ നോക്കി അവൻ കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. പകരം അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചോദിച്ചു. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവൻ തൻ്റെ അമ്മയോടോ സഹോദരങ്ങളോടോ മറ്റാരോടും ഒരു പരാതിയും പറയാൻ പോയില്ല. അവൻ പ്രൈസ് സഹതാപം കേൾക്കാനും നിന്നില്ല. അവൻ പ്രൈസ് ലോർഡ് മനുഷ്യരോട് പോയി തൻ്റെ അവസ്ഥയെക്കുറിച്ച് കുറ്റവും പറഞ്ഞില്ല. അവൻ പ്രൈസ് ലോർഡ് അവൻ പറഞ്ഞത് ഇതാണ്. അവൻ പ്രൈസ് അവൻ നേരെ ദൈവത്തിങ്കിലേക്ക് പോയി. അവൻ പ്രൈസ് ലോർഡ് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഹല്ലേലൂയ. അവൻ മനുഷ്യരിലല്ല ദൈവത്തിലാണ് ആശ്രയിച്ചത് എന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ പ്രൈസുള്ള മനുഷ്യൻ നമ്മളെ തള്ളിക്കളയുമ്പോൾ, ഒരു പക്ഷേ ആ കരം നമ്മളെ പിടിക്കുമ്പോഴും ചിലപ്പോൾ അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് അത് അവൻ ഹല്ലേലൂയ തളർന്നു പോകും. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്നാൽ അവൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് പരാതി പറയാതെ അവൻ പ്രാർത്ഥനയിലേക്ക് തിരിയുവാൻ ഈ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവൻ വലിയ കാര്യങ്ങൾക്കായി വിശ്വാസത്തോടെ ചോദിച്ചുവെന്നും ആ ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രശ്നങ്ങൾ വന്നപ്പോൾ അധികമായി അവൻ ദൈവത്തെ അന്വേഷിച്ചവനായിരുന്നു യെബേസ്. ആമേൻ പ്രൈസ് ലോർഡ്. എബ്രായർ അതിൻ്റെ 11-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യുന്നു? ദൈവമുണ്ട് എന്നും അവൻ പ്രൈസ് ലോർഡ് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആമേൻ പ്രൈസ് ലോർഡ്. അതിൻ്റെ ഒരു ആത്മീയ സത്യം എന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചിലർ നിരാശപ്പെടുന്നു, ചിലർ മനുഷ്യ സഹായം ആവശ്യപ്പെടുന്നു. ആമേൻ ഹല്ലേലൂയ ചിലർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ആമേൻ പ്രൈസ് ലോർഡ്. എന്നാൽ യെബേസ് ചെയ്തത് അവൻ പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തെങ്കിലേക്ക് അവൻ തിരിഞ്ഞു. ആമേൻ പ്രൈസ് ലോർഡ്. ഇന്ന് പലരും ആമേൻ ഹല്ലേലൂയ ഒരു വ്യസനത്തിലായിരിക്കുന്നു. അവൻ മുറിവോടെ അവർ ജീവിക്കുന്നു, ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നു. അവൻ ഹല്ലേലൂയ പ്രാർത്ഥന നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ഹല്ലേലൂയ പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും സഭയോടും അവൻ പറയുന്നു, വീണ്ടും പ്രാർത്ഥിക്കൂ. അവൻ പ്രൈസ് ലോർഡ്. വീണ്ടും മുട്ടുകുത്തു. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. വീണ്ടും ദൈവത്തെ അന്വേഷിക്കൂ. ആമേൻ ഹല്ലേലൂയ. അവൻ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നുണ്ടോ? നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ കുറഞ്ഞു പോകുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ. ആണെങ്കിൽ അവൻ അതിലൊരു മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നുവെന്ന് വചനം നമ്മളോട് പറയുകയാണ്. യിരെമ്യാവ് അതിൻ്റെ 33:3 നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നു. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നീ എന്നോട് വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആമേൻ പ്രൈസ് ലോർഡ്. അടുത്ത ഭാഗം ഇതാണ്. അവൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ പ്രൈസ് ലോർഡ്. വാക്യം ഇതിങ്ങനെയാണ് പറയുന്നത്. യെബേസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയാ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എന്തൊക്കെയാണ്? മനുഷ്യരുടെ പ്രശംസയല്ല ചോദിച്ചത്. ആമേൻ പ്രൈസ് ദൈവത്തിൻ്റെ അനുഗ്രഹമാ യെബേസ് ചോദിച്ചത്. എന്തായിരുന്നു അനുഗ്രഹം? ആമേൻ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താണ്? ആമേൻ പ്രൈസ് ലോർഡ്. അതൊന്ന് ആമേൻ ആത്മീയമായ സമാധാനമാണ്.
2 ദൈവത്തിൻ്റെ സാന്നിധ്യമാ. 3 വിശുദ്ധ ജീവിതമാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിലെ ഫലങ്ങളാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യങ്ങളാ. ആമേൻ. പ്രൈസ്. ഇതെല്ലാം നമുക്ക് ദൈവം തരുന്ന ഫലം, ആമേൻ, അനുഗ്രഹങ്ങളാ. ഒരു പ്രധാനമായി ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്നത്, ലോകത്തിൽ എത്ര വലിയ സമ്പത്തുണ്ടെങ്കിൽ പോലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ആ സമ്പത്ത് നമുക്ക് ശൂന്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുമെന്നതിന് ഒരു തർക്കവുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു കാര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ മലയാളിയായ ഒരാൾ, വലിയ സമ്പത്തുള്ള ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഉടമയായിരിക്കുന്ന ഒരു വ്യക്തി, തൻ്റെ സമ്പത്ത് കാരണം തൻ്റെ ജീവനെ സ്വയം നശിപ്പിക്കേണ്ടി വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 10:22 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അധ്വാനത്താൽ അതിനോട് കൂടെ ഒന്നും കൂട്ടുന്നില്ല. കുറച്ചും കൂടെ ഇംഗ്ലീഷിലുള്ള പദത്തിലേക്ക് അതിനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, വിത്തൗട്ട്, എന്താ പറയുക, അങ്ങനെ പറയുന്നത്, വിത്തൗട്ട് പെയിൻഫുൾ ടോയിൽ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ, ആമേൻ ഹല്ലേലൂയ, ആ ഭാഗത്തെ ഒന്ന് നമുക്ക് പറഞ്ഞാൽ, യഹോവയുടെ അനുഗ്രഹം ആമേൻ ഹല്ലേലൂയ ധനവാനാക്കുന്നു, എന്നാൽ അതിനോട് കൂടെ എന്ത് ചെയ്യുന്നില്ലെന്നാ, ദുഃഖം കൂട്ടുന്നില്ല. ആമേൻ. പ്രൈസ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ദൈവമാണ് നമ്മളെ അനുഗ്രഹിച്ചതെങ്കിൽ, ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഈ സമ്പത്തോ ഈ നന്മകളോ ഒന്നും എന്താക്കത്തില്ല, നമുക്ക് ദുഃഖം തരുന്നതല്ല. അതിനപ്പുറമായി ചില അനുഗ്രഹങ്ങളുടെ കൂടെ വീണ്ടും അനുഗ്രഹങ്ങളെ നൽകി, ആമേൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ മാനിക്കുന്ന ഒരു കൃപയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റും കൊണ്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വാക്യം ഇതാണ്, എൻ്റെ അതിർ വിസ്താരമാക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വളരെ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ഉപയോഗിക്കേണ്ട ഒരു പദമാണിത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്നു, എന്താണ് ഈ ആത്മീയ അർത്ഥം? 1, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. 2, എൻ്റെ ശുശ്രൂഷ വികസിക്കണം. ആത്മീയ ജീവിതം വളരണം. ആമേൻ. കർത്താവിനുള്ള എൻ്റെ ബന്ധം വർദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഉപയോഗിക്കുന്നത് കൂടുതലാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അവൻ എബേസ് പ്രാർത്ഥിച്ചു. കാരണം അവൻ്റെ ആ ഒരു, അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറിയ വട്ടത്തിൽ കിടന്ന് കറങ്ങുവാനല്ല എബേസ് ആഗ്രഹിച്ചത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകളെ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷയെ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ഭൗതിക വിഷയങ്ങളെ, നിങ്ങൾ ആത്മീയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ജീവിതത്തെ വിസ്താരമാക്കുവാൻ, ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവത്തോട് ചോദിക്കുക. ആമേൻ ഹല്ലേലൂയ. ചെറിയ പ്രാർത്ഥനകളല്ല, വലിയ ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കുവാൻ നാം മടിക്കരുത് എന്ന് ആമേൻ ഹല്ലേലൂയ ഒരു ദൈവദാസൻ പറയുകയുണ്ടായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ആ പഴയ സ്ഥിതിയിൽ തന്നെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കൂടുതലായിട്ടുള്ള ആത്മീയ വളർച്ച ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കൂടുതലായ പ്രാർത്ഥന നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കൂടുതലായ വിശുദ്ധി നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. കൂടുതൽ ആത്മാക്കളെ നേടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇതെല്ലാം ആമേൻ പ്രാപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അതിരുകളെ നമ്മൾ വിസ്താരപ്പെടുത്തുകയാണ്. ഈ നാളുകളിൽ നമ്മൾ അതിനായി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ലാസ്റ്റ് വാക്യം ഇതാണ്, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം മാത്രമല്ല, അവൻ പറയുന്നു, ആ ദൈവ സാന്നിധ്യവും എൻ്റെ കൂടെ വേണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലർക്കും ദൈവത്തിൻ്റെ ദാനം വേണം, പക്ഷെ ആർക്കും ദൈവത്തെ വേണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല വിശ്വാസഗോളത്തിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് എല്ലാ ദാനങ്ങളും നമുക്ക് ആവശ്യമാണ്, പക്ഷെ ദൈവത്തെ നമുക്ക് വേണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എബേസ് പക്ഷെ ഇവിടെ ആഗ്രഹിച്ചത് ദൈവത്തെ തന്നെയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 73:25 ഇങ്ങനെ പറയുന്നു, 73:25 ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എബേസ് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, അവൻ ദൈവസഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. എത്ര സഹായിപ്പാൻ മനുഷ്യൻ ശ്രമിച്ചാലും അവൻ്റെ കൈകൾ തളരും. അവൻ പ്രൈസ്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തമായ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ കൈ നമ്മളെ താങ്ങി നിർത്തും. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല ഘട്ടങ്ങളിലും ജയമായി സഹായത്തിൽ നമ്മുടെ കൂടിയിരിക്കുന്ന ഒരു കരമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ കൈ എന്നത് അത് വഴി നടത്തലാണ്. ആമേൻ ഹല്ലേലൂയ. അത് സംരക്ഷണമാണ്, അത് നമുക്കൊരു ശക്തിയാണ്, അത് നമുക്കൊരു കൃപയാണ്, അത് നമുക്കൊരു സഹായമാണ്. അവൻ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടിയത്, അവൻ വീണാലും നിലം പരിചയാകുകയില്ല, യഹോവ എന്നെ കൈ പിടിച്ച് താങ്ങുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് നമുക്കും ആവശ്യം, ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, യഹോവയുടെ ആ കൈ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ ശുശ്രൂഷ മേൽ, നമ്മുടെ സഭയുടെ മേൽ വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനർത്ഥത്തിൽ എന്നെ കാക്കണമേ എന്ന് എബേസ് പ്രാർത്ഥിച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ ഭൂതകാലം എത്ര ആമേൻ ഹല്ലേലൂയ ദുഃഖകരമായിരുന്നാലും നമ്മുടെ ഭാവി അങ്ങനെ ആകരുതെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
അവൻ പ്രൈസ് ലോർഡ് അവൻ്റെ ആഗ്രഹം ഒരിക്കലും സ്വാർത്ഥതയായിരുന്നില്ല. അവൻ്റെ ആഗ്രഹം ഒരിക്കലും ഒരു ദോഷകരമായതായിരുന്നില്ല. അവൻ പ്രൈസ് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ അവൻ ആ പാപത്തിലേക്കോ അവൻ ഹല്ലേലൂയ ഒരു സ്വാർത്ഥതയിലേക്കോ പോകുവാനല്ല യബേസ് ആഗ്രഹിച്ചത്. അവൻ ഹല്ലേലൂയ ദോഷത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. അവൻ ഹല്ലേലൂയ അവൻ്റെ അനുഗ്രഹം അവൻ പൂർണ്ണമായും ദൈവത്തോട് ചോദിച്ചു. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവൻ ആ ദൈവത്തിൽ നിന്ന് അവന് സംരക്ഷണവും ലഭിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്നു. അവൻ പ്രൈസ് ലോർഡ് ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ തുടക്കം എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് തുടങ്ങിയത്. എന്നാൽ ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എത്ര മനോഹരമായൊരു സമാപനത്തിലാണ് അത് വന്നെത്തിയിരിക്കുന്നത് എന്ന് വചനം നമ്മളോട് ഇന്ന് പറയുകയാണ്. ആമേൻ പ്രൈസ് അവൻ യബേസ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ അവൻ്റെ വിശ്വാസത്തെ കണ്ട ദൈവം അവൻ്റെ അതിരുകളെ വിസ്താരപ്പെടുത്തി. ആമേൻ പ്രൈസ് അവൻ്റെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങൾക്കും ദൈവം ക്രമീകരണം വരുത്തി. ആമേൻ പ്രൈസ് ലോർഡ് ഇന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ചോദിക്കാം, നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം വിശ്വാസമുള്ളതാണ്, നമുക്ക് ദൈവസേനയിൽ നമുക്ക് എത്രമാത്രം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കുവാൻ കഴിയുന്നുണ്ട്, ആ ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മനുഷ്യരെ എങ്ങനെ കാണുന്നു എന്നല്ല, അവൻ പ്രൈസ് ലോർഡ് മനുഷ്യ ആമേൻ ഹല്ലേലൂയ ദൈവം നമ്മെ എന്താക്കി മാറ്റുന്നു എന്നതാണ് പ്രധാനമായ കാര്യം. അവൻ പ്രൈസ് ലോർഡ് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യബേസിൻ്റെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിയെങ്കിൽ ഒരു സഭയുടെ പ്രാർത്ഥന ആമേൻ എത്ര അധികം ആമേൻ മാറ്റങ്ങളെ സൃഷ്ടിക്കും. ആമേൻ പ്രൈസ് ലോർഡ് നമ്മളെ തന്നെ നമ്മളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ആഴ്ചയിലെല്ലാം ആമേൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ചേർന്നിരിപ്പാൻ യബേസിനെ പോലെ ദൈവത്തോട് ചേർന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമ്മൾ അതിരുകളെ വിസ്താരമാക്കുവാൻ നമുക്ക് ചോദിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.